ഹലോ, ഗുഡ് മോർണിംഗ്. പതിപോലെ തന്നെ രാവിലെ കുക്കിങ്ങും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മുട്ടക്കറിയും അപ്പമാണ് ഉണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ ഈ കാണുന്നതാണ് പനിയാരം എന്ന് പറയുന്നത്. നമുക്ക് അയൽക്കാർ, അവർ കന്നഡക്കാരാണ് കേട്ടോ. എന്നാലും അവരുണ്ടാക്കി കൊണ്ട് തന്നാൽ ഇതുപോലത്തെ നല്ല അയൽവാസികളുള്ളതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നല്ല ഫുഡൊക്കെ കിട്ടാറുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് ചട്നിയൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു. പിന്നെ എൻ്റെ മാമ്പഴ പുളിശ്ശേരിക്ക് ഇവിടെ നല്ല ഹൈപ്പ് കാരണം എന്നെക്കൊണ്ട് അത് ഉണ്ടാക്കിപ്പിക്കുകയാണ്. എന്നാലും ഞാൻ ഉണ്ടാക്കി കൊടുത്തു. ഇവളവിടെ ഇലക്ട്രിക്കിൻ്റെ ഇത് വെച്ചിട്ട് ചെറുകുകയാണ് കേട്ടോ. അതുകൊണ്ട് എനിക്കറിയില്ല. അപ്പോൾ തേങ്ങ ചെറുകുന്ന ഫുൾ ഡ്യൂട്ടി എൻ്റെ അനിയത്തിക്കാണ്. കാരണം ഇത് അവൾക്ക് മാത്രമേ മാനേജ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്താൽ ചിലപ്പോൾ എനിക്ക് പറ്റുമായിരിക്കും. ഞാനതിന് മെനക്കെട്ടില്ല. അവൾ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ചെയ്തോട്ടെ പാവം. പിന്നെ എന്തായാലും തേങ്ങയൊക്കെ കിട്ടി. എൻ്റെ മാമ്പഴം അവിടെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മളെ അതിഥി, വേറെ ആരുമല്ല, നമ്മുടെ പശുക്കുട്ടൻ, പശുമോള്. ഇവളാണ് ഇവിടുത്തെ എല്ലാവർക്കും പാലൊക്കെ കൊടുക്കുന്നത്. ഒരു കുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് അറിയില്ല, ഇന്ന് നമ്മളെ വീടിൻ്റെ അവിടെ തന്നെ നിൽക്കുക. ഒന്നും കിട്ടാനൊന്നുമല്ല, പക്ഷേ അവിടെ കുറേ നേരം വരുന്നു. നമ്മളിങ്ങനെ വിളിച്ച് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. എന്താ കാര്യം എന്നൊന്നും മനസ്സിലില്ല. അപ്പോൾ ഞാൻ ബ്രെഡിൻ്റെ പീസ് കൊടുത്ത് അവൾ അത് കഴിച്ചു കേട്ടോ. അപ്പോൾ അമ്മ എന്ത് ചെയ്തു, നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുറിച്ച് വെച്ചിട്ടുള്ള ഈ പപ്പായൊക്കെ അതേപോലെ കൊണ്ടുപോയി കൊടുക്കുകയാണ്. ഒന്നും നോക്കിയില്ല. അമ്മയ്ക്ക് ഈ പശു ആട് ഇതൊക്കെ കണ്ട അമ്മ ഫ്ലാറ്റാണ്. അമ്മയ്ക്ക് വേറെ നമ്മളൊന്നും പിന്നെ ഒന്നും വേണ്ട. അപ്പോൾ കയ്യിൽ കിട്ടിയതൊക്കെ എടുത്തിട്ട് പോവാണ് കേട്ടോ അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾ വന്നു, കുറച്ചൊക്കെ കഴിച്ച് പിന്നെ നിർത്തി. എന്താണെന്ന് അറിയില്ല, അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ എന്തായാലും അവൾക്ക് ഫുഡൊന്നല്ല മെയിനായിട്ട്, എല്ലാവരും കൊടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാവരും പൊന്നു പോലെ നോക്കുന്ന ഒരാളാണ് കേട്ടോ. നമ്മൾ ഈ ഫംഗ്ഷൻസൊക്കെ വരുമ്പോൾ, വീട്ടിൽ കൂടെ അതിനൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ ഇവിടെ ഉള്ളവർ ഇതിനെ വീട്ടിനകത്തൊക്കെ കയറ്റും. അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് വന്ന ഐശ്വര്യമാണോ നോക്കിയാണ് പറയുക. അപ്പോൾ അവൾ വന്ന സമയത്ത് നമ്മൾ അന്ന് ഫുഡൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ ഞാൻ എടുത്തിരുന്നു, സെൽഫിയൊക്കെ എടുത്തു. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വിളിച്ചപ്പോൾ എൻ്റെ അടുത്തൊക്കെ വന്നതിന് ഭയങ്കര ഇഷ്ടമായെന്ന് തോന്നുന്നു. എനിക്കും അവളെ ഭയങ്കര ഇഷ്ടമായി. നമ്മൾ തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലായി. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ അനിയൻ. അവൻ വന്നിട്ട് അവനെ ഞാൻ അത്രയും നേരം കൊണ്ട് ഞാൻ എൻ്റെ മാമ്പഴ പുളിശ്ശേരിൻ്റെ മേൽനോട്ട് ഏൽപ്പിച്ചിട്ട് പോയതാണ്. അപ്പം തരക്കേടില്ലാതെ നോക്കിയിട്ടുണ്ട്. അങ്ങനെ അരപ്പൊക്കെ ഇട്ട് നന്നായി ആക്കിയിട്ടുണ്ട്. ഇത് ചിലർക്ക് ഇഷ്ടമല്ല കേട്ടോ, ഈ മധുരമുള്ള കറി ആയതുകൊണ്ട്. എല്ലാവർക്കും ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഉടുക്കാത്ത ഇഷ്ടമാണ്. എനിക്കിത് ഭയങ്കര ഫേവറേറ്റാണ് ഇടയായിട്ട്. അപ്പോൾ ഇതിവിടെ നന്നായി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അയ്യോ എൻ്റെ അമ്മ, അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, കഴിച്ചവർക്കൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇവിടുത്തെ തൈരിന് പൊതുവേ പുളി ഇത്തിരി കുറവാണല്ലോ. അപ്പോൾ ആ ഒരു കുഴപ്പമുണ്ടായിരുന്നു. നല്ല പുളിയുള്ള തൈരാണ് ഇതിന് കുറച്ചുകൂടി ബെസ്റ്റ് എന്ന് തോന്നുന്നു. അങ്ങനെ വറവൊക്കെ ഇട്ടപ്പം പിന്നെ അതിൻ്റെ ആ ഒരു സ്മെൽ ഇവിടെ മുഴുവൻ പരന്നു തുടങ്ങി. പിന്നെ പെട്ടെന്ന് സർപ്രൈസ്ഡ് ആയിട്ട് എന്നെ ഈ ബൈക്കിൻ്റെ പുറകിൽ വിളിച്ച് കയറ്റിയിട്ട് ഒന്ന് പോയതാണ് കേട്ടോ. ഞാൻ ഹെൽമെറ്റും എടുത്തില്ല, മുടി പോലും കെട്ടിയില്ലായിരുന്നു. ഭയങ്കര സ്പീഡിലൊക്കെ ഓടിച്ച്, കാലി റോഡൊക്കെയാണ്, എന്നാലും പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ ജീവൻ പോയി. അങ്ങനെ ഞാൻ ഓടിപ്പറഞ്ഞ് തിരിച്ച് വന്നപ്പോഴേക്കും അവിടെ ഈ അമ്മ പഴംപൊരി ഉണ്ടാക്കാനുള്ള ഇതിലാണ്. പഴമൊക്കെ കൊണ്ടുവന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഏകദേശം നന്നായി പഴുത്തൊക്കെ തുടങ്ങി. അപ്പോൾ നമുക്കിത് വേസ്റ്റ് ആക്കില്ല. അമ്മ വേസ്റ്റ് ആക്കുന്ന ലക്ഷണമൊന്നുമില്ല. അപ്പോൾ എന്തായാലും എങ്ങനെയൊക്കെ ആൾക്കാരെ കൊണ്ട് കഴിപ്പിക്കും. അമ്മയാണ് നല്ല അടിപൊളിയായിട്ട് പഴംപൊരി ഉണ്ടാക്കും. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ ചെത്തി മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് എന്ന് പറയുന്നത് സ്പെഷ്യലായിട്ട് ചെമ്മീൻ ചമ്മന്തി ഉണ്ടായിരുന്നു, ഉണക്ക ചെമ്മീൻ്റെ ചമ്മന്തി ഉണ്ടായിരുന്നു. പിന്നെ ഇത് മോരുകറിയാണ് കേട്ടോ. തലേന്നത്തെ മോരുകറിയാണ്, കണ്ടാലറിയാലോ. സാമ്പാറും അതന്നെ തലേന്നത്തെയാണ്, നമുക്ക് വേസ്റ്റ് ആക്കാൻ പറ്റില്ല. പിന്നെ ഫ്രഷ് ആയിട്ട് തന്നെ മാമ്പഴ പുളിശ്ശേരി അവിടെ ഇരിപ്പുണ്ട്. പിന്നെ പരിപ്പ് കറി ഉണ്ടായിരുന്നു. പിന്നെ അമ്മ പൂവൊക്കെ വെച്ച് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പൂവൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് ഞാൻ പൂവൊക്കെ വെച്ച് കൊടുത്ത്, എനിക്ക് ഇഷ്ടപ്പെട്ട അമ്മ പൂവൊക്കെ വെച്ചിട്ട് അമ്മ തേങ്ങാവെള്ളം കുടിക്കാൻ കേട്ടോ. തേങ്ങാവെള്ളം കുടിച്ചിട്ട് പിന്നെ അവിടെ മാവൊക്കെ കുഴച്ച് വെച്ചതൊക്കെ നന്നായി ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരത്തെ കുഴച്ച് വെക്കണം. അപ്പോൾ കുറച്ച് ദോശമാവും അതിൽ ആഡ് ചെയ്യണം. അങ്ങനെയൊക്കെയാണ് അമ്മേൻ്റെ ഈ പഴംപൊരിയുടെ റെസിപ്പി എന്ന് പറയുന്നത്. അങ്ങനെ പൊരിക്കാൻ നേരത്താണ് നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെല്ലാം ഒരു സോഫ്റ്റ് ആയിട്ടും കുറച്ചുകൂടി ഫ്ലഫി ആയിട്ടും കിട്ടും. എല്ലാം കൊണ്ടും ഈ ഒരു സ്പെഷ്യൽ കൂട്ട് നമുക്ക് കുറേ കാലത്തെ ഒരു പ്രാക്ടീസ് കൊണ്ട് നമ്മൾ നേടിയെടുത്തതാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള പഴംപൊരിയാണ്. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്കും നല്ല ചൂടാന പഴംപൊരി റെഡി. ഇത് കണ്ടാൽ തന്നെ അറിയാമല്ലോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ആ കോട്ടിങ്ങൊക്കെ നല്ല
നിറഞ്ഞ് അതിങ്ങനെ പൊങ്ങി നല്ല നല്ല ഒരു ഒന്നും പറയണ്ട, സൂപ്പറാണ്. അപ്പോൾ എന്തായാലും ഞാൻ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് ചെയ്യാം, ഞാൻ പറഞ്ഞാൽ പിന്നെ വേറെ അപ്പീലില്ലല്ലോ. അപ്പോൾ ഞാനിവിടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വലിയ കാര്യത്തിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് കഴിച്ചു നല്ല ചൂടുണ്ടായിരുന്നു, പക്ഷേ ഞാനൊരു പീസൊക്കെ എടുത്ത് അങ്ങനെ ഊതി തള്ളിയൊക്കെ കഴിച്ചു. എൻ്റെ അമ്മ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ്, നല്ല പാകത്തിനും മധുരവും നല്ല പഴുത്ത പഴമായതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ ഈവനിങ്ങിനുള്ള കാര്യമൊക്കെ ഓക്കെ ആയി. പിന്നെ അപ്പോഴേക്കും മക്കളൊക്കെ വരാൻ സമയമായിട്ടുണ്ടായിരുന്നു. അച്ഛനും വാവിയെല്ലാവരും കൂടി കൂട്ടാനൊക്കെ പോയിട്ടുണ്ട്. ബസ് ഇവിടെ മുന്നിൽ തന്നെ വരും കേട്ടോ, എന്നാലും കൂട്ടാൻ പോകുന്നത് കാണുമ്പോൾ അവൾക്കൊരു സന്തോഷമാണ്, നമുക്കും കൊണ്ടുവരാൻ ഇഷ്ടമാണ്. പിന്നെ അവളെ കാത്തിരിക്കുന്ന അവളെ അനിയത്തി കുറേ നേരം ചേച്ചി വരുന്നു നോക്കിയിട്ട് അവൾ ഭയങ്കര ഹാപ്പി ആയി കണ്ടപ്പോൾ. ഇവർ തമ്മിൽ പിന്നെ ചില സമയത്ത് നല്ല അടിയും ചക്കിരിയാണ്, ചിലപ്പോൾ ഒരു കീരിപ്പാമ്പുമാണ്. അങ്ങനെയാണല്ലോ ചേച്ചി അനിയത്തിമാരൊക്കെ, അങ്ങനെ തന്നെയാണല്ലോ, നമ്മൾ അങ്ങനെ തന്നെ ആയിരുന്നു. ഇങ്ങനെ മഴ പെയ്തപ്പോൾ എല്ലാവരും കൂടി പോയിട്ട് തുണിയൊക്കെ എടുക്കാൻ പോയതാണ് കേട്ടോ. അങ്ങനെ ഇവരിവിടെ കഷ്ടപ്പെട്ട് തുണി എടുക്കുമ്പോൾ ഞാൻ അവിടെ വെറുതെ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നോട് പറഞ്ഞു വന്ന് സഹായിക്കുന്നൊക്കെ, ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല. അവിടെ 3 പേരില്ല, അവരെടുത്തോളും. ഇങ്ങനെ മുഴുവനും ഇങ്ങനെ നല്ല രസമുണ്ട്, ഇങ്ങനെ കാർമേഘം ഈ വീഡിയോയിൽ അത്രയ്ക്ക് കാണുന്നില്ല, നല്ല ഭംഗിയിൽ ഇങ്ങനെ മേഘം ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നുണ്ടായിരുന്ന സമയത്ത്. എൻ്റെ മാമ്പഴപ്പുളിശ്ശേരിയുടെ ടേസ്റ്റ് കാരണം എല്ലാം ഉച്ചയ്ക്ക് തന്നെ തീർന്നു പോയി ഗായ്സ്. അപ്പോൾ പിന്നെ വേറെ വഴിയില്ലാതുകൊണ്ട് ഈ പരിപ്പ് കറി വെക്കാണ്. പരിപ്പ് ദാൽ ഫ്രൈ ഇല്ലേ, അങ്ങനെയാണ് വെക്കുന്നത്, തേങ്ങ അരച്ചിട്ടല്ല. ഞാനൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് വെക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് നാരങ്ങപ്പിഴിയും ഗരം മസാല ചേർക്കും, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഒരുപാട് കഷ്ടപ്പെട്ട സാധനങ്ങളൊന്നും വേണ്ട. ചടപടി എന്ന് പറഞ്ഞുണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ് ഈ ദാൽ ഫ്രൈ എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റുമാണ്, ഒരു സിമിലർ ടു ചിക്കൻ കറി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് ഇതിൻ്റെ അതൊരു റെസിപ്പി, വേണമെങ്കിൽ ഞാൻ അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോയിലൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഡിന്നറൊക്കെ കഴിഞ്ഞു, പൊന്നുണ്ട് കേട്ടോ, എല്ലാവരും കൂടിയിട്ട് അവരൊക്കെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ